കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നൊരു സോറിയാസിസ് പേഷ്യന്റ് ഒരു ഡൗട്ടായിരുന്നു, ഡോക്ടറെ ഈ സോറിയാസിസ് പടരും എന്നുള്ളത്. ഒരിക്കലുമില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമെന്നല്ലാതെ വേറൊരാളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതായത് എന്തെങ്കിലും ഒരു സ്ട്രെസ്, ആരുടെയെങ്കിലും ഒരു മരണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഒരു സർജറി അല്ലെങ്കിൽ ഒരു മുറിവ്, ഇതൊക്കെ കാരണമാവും അത് പുറത്തേക്ക് വരുന്നത്. വൺസ് ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്ലെയർ അപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ചില ക്ലൈമറ്റിൽ, അതായത് ഒരു തണുപ്പ് കാലാവസ്ഥയിൽ മദ്യപാനം, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിൽ മെയിനായിട്ട്, അതേപോലെ തന്നെ സ്മോക്കിങ്, പിന്നെ ഏതെങ്കിലും നമുക്ക് ഉറക്കക്കുറവ് വരിക, എന്തെങ്കിലും സ്ട്രെസ് വരിക, ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സോറിയാസിസിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ്, അതായത് പെട്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അത്രയും വേഗത്തിൽ അസുഖം മാറാനുള്ള സാധ്യത കൂടുതലാണ്.